കാഷ്കോട്ട് പൗഡർ, കുമ്പളങ്ങ പൊടിയല്ലേ ഇത്? കുമ്പളങ്ങ പൊടിയല്ലേ ഇത് സലീം ഭായി? അല്ലേ? ആ, ഇത് കലക്കി കുടിച്ചാൽ തടി കുറയുമെന്നാ പറയുന്നത്. എൻ്റെ പേരെന്താ? വസാബി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് പൗഡർ ആണ് ഇത് കേട്ടോ. ഇത് സൂഷിയില് അല്ലേ? ഫ്രൂട്ട് അല്ലേ? ഉള്ളി, വെളുത്തുള്ളി, ബ്ലാക്ക് വെളുത്തുള്ളി. ഓ ഓ, ഇതെന്താ ഇത്? മനസ്സിലായ? പറഞ്ഞ ഇത് 1 കിലോ അങ്ങോട്ട് തരും. എന്താന്ന് പറഞ്ഞ ഇതോ? പുളി പുളി, വെൽവെറ്റ് പുളി കണ്ടോ? അയ്യോ, അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒഴിച്ചു പോകും. കിസ ഫ്ലോർ മില്ലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇത് നസ്രിയിലാണ്, ഷാർജ നസ്രിയിലാണ്. ഇനി ഒരു ഔട്ട്ലെറ്റും കൂടെ ഉണ്ട്, വർക്കയിലാണ്. ഇവരുടെ ഒരു ഫാക്ടറി ഉണ്ട് അജ്മാനിലാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന 90% സ്പൈസസും അല്ലെങ്കിൽ ഫ്ലോറും ഈ പിന്നെ കുറേ ഫ്രൂട്ട് പൗഡേഴ്സ്, കുറേ കാര്യങ്ങളുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതെല്ലാം ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി അത് 100% എൻഷുർ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുതൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് പോലുള്ള വലിയ ക്വാണ്ടിറ്റി വേണ്ടുന്നവർക്കും ഇവർ എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരും. കിസ ഫ്ലോർ മില്ലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഗ്രെയിൻസ് ആണ്, ഗ്രെയിൻ പൗഡേഴ്സ്, ഫ്രൂട്ട് പൗഡേഴ്സ്, സ്പൈസ് പൗഡേഴ്സ്. ഈ ഗ്രെയിൻ പൗഡേഴ്സിൽ എന്താണ് വ്യത്യാസമായിട്ടുള്ളത്? അരിമാവും പിന്നെ എന്താണ് ആട്ടമാവും ഒക്കെ ഉണ്ടാവുമല്ലോ. അതെ അതെ, സംഭവം അത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്തിട്ടാണ് ഈ സംഭവങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. പേഴ്സണലി നമ്മൾ ഇതിനെ മോണിറ്റർ ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ കീറ്റോ ഫ്ലോർ അല്ലെങ്കിൽ ഡയബറ്റിക് ആട്ടാന്ന് പറയും. അത് സാധാരണ നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യും. ഇത് ഇൻക്രീസ് ചെയ്യില്ല എന്നാണ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയ ആൾക്കാരൊക്കെ പറയുന്നത്. ആ ലെവലിൽ മെയിൻറ്റെയിൻ ആവും. പിന്നെ ഇതുപോലെ തന്നെ മൾട്ടിഗ്രെയിൻ ഉണ്ട്, അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഒരു 8-9 ധാന്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം മൾട്ടിഗ്രെയിനിൽ വരുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ചിലപ്പോൾ ഡയറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ കാരണം കൊണ്ട് നമുക്ക് ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ എന്ത് കഴിക്കാം എന്നുള്ള ചിന്ത വരുമ്പോൾ അതിന് പറ്റിയ സാധനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കിട്ടണമെന്നില്ല. ഇപ്പോൾ ഷാജി ഭായിൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തും കൊടുക്കുമല്ലോ അല്ലേ? നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ഇന്നതൊക്കെ വേണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു തരാൻ ചെയ്യും. കാര്യം ഫാക്ടറി ഉള്ളതുകൊണ്ട് അത് പോസിബിൾ ആയിരിക്കും. ഈ ഫ്രൂട്ട് പൗഡേഴ്സിന്റെ കാര്യം, ഇവിടെ ഇരിക്കുന്ന ഫ്രൂട്ട് പൗഡേഴ്സിന്റെ എണ്ണം ഒന്ന് പറയോ? അത് ഇപ്പൊ ആക്ച്വലി നമ്മൾ തന്നെ എണ്ണിയിട്ടില്ല. ഇപ്പൊ ഈ സ്ട്രോബെറി, ബീട്രൂട്ട്, പപ്പായ, വാട്ടർമെലൺ, ഓറഞ്ച്, ആപ്പിൾ, ക്യുക്കുംബർ, അലോവേര, ബനാന, പിന്നെ അതുപോലെ തന്നെ മാച്ച, റോസ്മെറി പൗഡർ, ക്യാരറ്റ്, കുമ്പളങ്ങന്റെ പൊടി കലക്കിയാണ് കുടിച്ചാൽ മതി, തടി കുറയും. അങ്ങനത്തെ കുറേ സംഭവം, ബ്ലാക്ക്, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അത് റോ പപ്പായ പൗഡർ. ഇതിപ്പോ നമ്മളൊരു മീറ്റ് ടെൻഡറൈസർ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ കെമിക്കൽ ഇടുമല്ലോ, അതിന് പകരം ഇത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും, വേറൊരു ടേസ്റ്റ് ഫ്ലേവറും വരും അല്ലേ? ഇത് കേട്ടോ, ഇത് റോ പപ്പായ പൗഡറാണ്. അപ്പം ഇദ്ദേഹം പറഞ്ഞത് പ്രകാരം പെട്ടെന്ന് മീറ്റൊക്കെ പെട്ടെന്ന് വേവും, സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ട, അതിന് പകരം ഇത് ചേർത്താൽ ഹെൽത്തിയാണ്, വേറൊരു ഫ്ലേവറും വരും. ബ്ലെൻഡഡ് സ്പൈസസ് ആണ്. ഈ ബ്ലെൻഡഡ് സ്പൈസസും നമ്മൾ തന്നെ ചെയ്യുന്ന, മാർക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതല്ല, എല്ലാം നമ്മൾ തന്നെ ഒരു ഓണായിട്ട് ഓതന്റിക് ആയിട്ട് ചെയ്യും. നമ്മൾ എത്ര വർഷമായി? 1972 76 തൊട്ടിട്ടുള്ളതാണ്. 76. ഈ അടുത്ത കാലത്ത് വരെ നമ്മൾ കുറെ ബ്രാൻഡ്സിന് നമ്മൾ പ്രൈവറ്റ് ലേബലൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു പാസ്റ്റ് 2 years ആയിട്ട് നമ്മളതായിട്ടുള്ള ഔട്ട്ലെറ്റ് ജെന്യൂൺസ് ഇവിടെ ഇപ്പം മാമിന് നോക്കിയാൽ അറിയാം. 48 വർഷം. 48 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണുടച്ചിട്ട് 50 വർഷത്തെ പാരമ്പര്യം എന്ന് പറയാവുന്നതേ ഉള്ളൂ അല്ലേ? അല്ല, അത് പിന്നെ മാമിന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇവിടെ ഗ്രോസറി പ്രോഡക്ട്സ് ഇല്ല, 0 ആണ്. കാരണം നമ്മളെ പ്രോഡക്ട്സ് തന്നെ വെച്ചിട്ട് വേണ്ട അടുത്ത ഗ്രോസറി വെക്കാൻ. അതെ 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 അതെ. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇനിയും പറഞ്ഞിട്ടില്ല. അതായത് കിസ ഫ്ലോർ മില്ലിൽ നിന്ന് നിങ്ങൾ 100 ദിറംസിന് എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ആ ബില്ല് ദൈ എഴുതി കാണിക്കുന്ന നമ്പറിലെ അതിലേക്ക് അയച്ചു തന്നാൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ദുബായ് വാർത്തയുടെ ഫുൾ ടീമിനൊപ്പം ഡൽഹി, ആഗ്ര, ജയ്പൂർ ഇവിടേക്ക് ഒരു പൈസയും ചെലവില്ലാതെ പോയി വരാനുള്ള ഒരു അവസരം നേടുകയാണ് ഓൺ ബിഹാഫ് ഓഫ് കിസ ഫ്ലോർ മിൽ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു ഓയിൽ അല്ലേ? റോസ്മേരി ഓയിൽ. നമ്മുടെ കേശ സംരക്ഷണം, അങ്ങനെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ തലമുടിക്ക് പറ്റിയ ഒരു സാധനമാണ് ഇത്, റോസ്മേരി ഓയിൽ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോകുന്നത്. ഇതുപോലെയുള്ള കുറേ അധികം ഓയിൽസ് ഉണ്ട്, ഇതാണ്ടോ ഇരിക്കണൊക്കെ അത് തന്നെയാണ്. അതെ, വിറ്റാമിൻ ഇ ഉണ്ട്. അതുപോലെ ഇതാ പ്യുവർ ആൽമണ്ട് ഓയിൽ. പ്യുവർ ആൽമണ്ട് ഓയിൽ ഉണ്ട്. ഇത് ഈ ഒരു ഫോമാറ്റിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. ഭൃംഗരാജ് ഓയിൽ.
ഭൃംഗരാജ ഇതൊക്കെ തലമുടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷിക്കാക്കായി ഉണ്ട്, അതുപോലെ ക്ലോവ് ഓയിൽ ഉണ്ട്, ജിഞ്ചർ ഓയിൽ ഉണ്ട്, അതുപോലെ ചിയാ സീഡ് ഓയിൽ ഉണ്ട്, മക്കഡാമിയ ഉണ്ട്, ജോജോബ ഓയിൽ ഉണ്ട്, ഫേസിലേക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ബെറ്റർ ആണത്. അതുപോലെ ഒനിയൻ ഓയിൽ, റോസ് ഓയിൽ, ഫിനോഗ്രീക്ക്, അതുപോലെ ലാവൻഡർ, ക്യാരറ്റ് ഓയിൽ, കുക്കമ്പർ ഓയിൽ, എവറിത്തിങ്. ഇല്ലാത്തത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഫ്രൂട്ട് പൗഡറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഓയിലിന്റെ കാര്യം. എല്ലാ ടൈപ്പ് മിക്കവാറും എല്ലാ ടൈപ്പ് ഓയിലും ഉണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ്, ധാന്യങ്ങൾ, ഓയിൽസ്, തേൻ, ഫ്രൂട്ട് പൗഡേഴ്സ്, അങ്ങാടി മരുന്നുകൾ, മില്ലറ്റ്സ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കിസ ഫ്ലോർ മില്ലിൽ അവൈലബിൾ ആണ്. കിസ ഫ്ലോർ മില്ലിൻ്റെ ഷാർജ നസ്രിയൽ ഔട്ട്ലെറ്റ് എവിടെയാണെന്ന് വെച്ചാൽ ആ മക്ക മാർക്കറ്റിൽ അതിൻ്റെ ജസ്റ്റ് പിറകിലായിട്ട് വരും. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ ഡ്രൈവിംഗ് സ്കൂളും മുനിസിപ്പാലിറ്റി ഒക്കെ ഉള്ള റോഡിൽ അതേ റോഡിൽ ഇങ്ങനെ എൻഡിലായിട്ടാണ് കിസ ഫ്ലോർ മില്ലുള്ളത്.